മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ യോഗം വിളിച്ച് മുഖ്യമന്ത്രി 12:30 ഇന്ന് ഉച്ചയ്ക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. വളരെ പ്രധാനപ്പെട്ട നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഏറെ പ്രതിസന്ധി, കാരണം 1400 പരം പേർ സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റുന്നു എന്ന വാർത്ത അത് സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ടാവാം. മാത്രമല്ല, ഇത് ഇവരുടെ പേരുവിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടുമില്ല. മുഖ്യമന്ത്രി യോഗം വിളിച്ചതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് തുടർ നടപടി ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം? സർക്കാർ ഉദ്യോഗസ്ഥർ പണം വെട്ടിക്കുന്നു, പെൻഷൻ വെട്ടിക്കുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ വലിയ ഒരു കണക്കുകൾ കൂടി സർക്കാർ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് ഈ ആഡംബര വാഹനങ്ങളുള്ളവർ, ആഡംബര വീടുകളുള്ളവരൊക്കെ തന്നെ ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റുന്നു. BMW പോലുള്ള വാഹനങ്ങൾ ഉള്ളവർ പോലും 1600 പ്രതിമാസം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നാണ് സർക്കാർ പരിശോധനയിൽ കണ്ടെത്തിയത്. മാത്രമല്ല, ഇതിൽ തന്നെ മലപ്പുറത്തെ കോട്ടക്കൽ പഞ്ചായത്തിൽ 42 പേരിൽ 38 പേരും അനർഹരാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഇക്കാര്യം വിശദീകരിച്ചു. 10,000-ലേറെ പേർ, ചുരുങ്ങിയത് 10,000 പേരെങ്കിലും ഇത്തരത്തിൽ അനധികൃതമായി അനർഹമായി പണം കൈപ്പറ്റുന്നു എന്നാണ് സർക്കാരിന്റെ കണക്ക്. വിശദമായ വ്യാപകമായ പരിശോധനയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഒറ്റക്കൽ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നത്. സർക്കാരിന്റെ അഭിമാന ക്ഷേമ പദ്ധതിയായ ക്ഷേമ പെൻഷനുകളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേട് നടക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടിലാണ് സർക്കാരും CPM ഉള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അടിയന്തരമായ വിഷയത്തിൽ ഇടപെടുകയും ഇത്തരമൊരു യോഗം വിളിക്കുകയും ചെയ്യുന്നത്. അരുണ, ഒരു കാര്യം കൂടി, ഈ മസ്റ്ററിംഗ് സംവിധാനം ഈ സർക്കാരിന്റെ കാലത്താണല്ലോ, കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച ഇപ്പോഴും തുടരുന്ന ഒരു സംവിധാനമാണല്ലോ. മസ്റ്ററിംഗ് കൃത്യമായ ഇടവേളകളിൽ നടത്താതെ ക്ഷേമ പെൻഷൻ കൊടുക്കില്ല. അപ്പോൾ ഈ മസ്റ്ററിംഗ് ആളുകളുടെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ്. ഈ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ, ആളുകൾ ബന്ധപ്പെട്ടവർ തന്നെ യോഗ്യതയുള്ളവരാണോ വാങ്ങുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ മസ്റ്ററിംഗ് ഉണ്ടായിട്ടും ഇത് സംഭവിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ അത് സംബന്ധിച്ച പരിശോധനയ്ക്ക് ഒരു പുതിയ സംവിധാനം കൊണ്ടുവരികയോ അത്ര എന്തെങ്കിലും നിർദ്ദേശം ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ അരുൺ? അതായത് മരണപ്പെട്ട ആളുകളുടെ പേരിൽ പോലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ മസ്റ്ററിംഗ് നിർബന്ധിതമാക്കിയത്. മസ്റ്ററിംഗ് എല്ലാ വർഷവും നടത്തുന്നുമുണ്ട്. അത് ഏറെക്കുറെ വിജയകരമെന്നും സർക്കാർ വിലയിരുത്തുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം വരുമാന സർട്ടിഫിക്കറ്റ്, ഒറ്റത്തവണ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വാങ്ങുന്നത്. അതായത് ഒരു തവണ വരുമാന സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞാൽ പിന്നീട് മസ്റ്റർ ചെയ്ത് അത് തുടർന്നു പോകാൻ അപ്പുറത്തേക്ക് വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയോ ഇതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും പരിശോധിക്കുകയോ ചെയ്യുന്നില്ല. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും റവന്യൂ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ട റവന്യൂ ഉദ്യോഗസ്ഥരാണ്. അവർ ഒരു തവണ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഒരു ഫോളോ അപ്പ് ആ തലത്തിൽ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഈ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട വാർത്ത പോലെ ഈ BMW കാറുകൾ ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ളവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ വലിയ ക്രമക്കേടിന് ഉദ്യോഗസ്ഥർ തലത്തിൽ കൂടി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണത്തിൽ സർക്കാർ പോകുന്നത്. മസ്റ്ററിംഗ് കൊണ്ട് മാത്രം പരിഹരിക്കുന്ന വിഷയമല്ല ഇത്. വ്യാപകമായി ഉപഭോക്താക്കളുടെ പട്ടിക പരിശോധിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് നിർണായകമായ തീരുമാനങ്ങൾ പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി യോഗത്തിലുണ്ടായേക്കും.